من أصحاب رسول الله رجال عشرة خير الناس بعد الرسل كرام بررة صدقوا العهد مع الرحمن فجزاهم فرحا ومسرة بشراهم بالجنة سبقت يا للبشرى يا للبشرى. ذو النورين الثالث وهو عثمان ذو جيش العسرى كان حيا كان رفيقا يحيي الليل ويكثر ذكرى بايع عنه رسول الله يوم البيعة تحت الشجرة جمع القرآن وارسله للأمصار بأيدي سفرة. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على النبي الكريم وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സദൃശ്യപ്പെടുത്തുന്നത്. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയോട് പറയാണ്, നിന്റെ ഭർത്താവ് എന്നോടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ള ആളാണ്. എന്തുകൊണ്ടായിരിക്കും ഇത് പറഞ്ഞത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ പുലർത്തിയ ഉത്കൃഷ്ടമായ സ്വഭാവ മഹിമകൾ, ത്യാഗം, നീതി, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലും നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും കണ്ട ധാരാളം കാര്യങ്ങൾ നമ്മൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലും കാണുകയാണ്. ലജ്ജ എന്ന സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ദാനശീലത്തെക്കുറിച്ച് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദാനശീലത്തെക്കുറിച്ച് ചരിത്രം വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ നമുക്ക് ധാരാളം കാണാൻ പറ്റും. മദീനയിൽ ഒരു ക്ഷാമം നേരിട്ട സന്ദർഭം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കച്ചവട സംഘം ആ സമയത്ത് മദീനയിൽ എത്തിച്ചേരുന്നുണ്ട്. പല ഭാഗത്തും പോയി സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് മദീനയിൽ വരും. മദീനയിൽ വന്ന് മറ്റ് കച്ചവടക്കാർക്ക് അത് വിൽക്കും. അങ്ങനെയാണ് ഇത്തരം കാഫിലകൾ നടക്കുന്നത്. അങ്ങനെ മദീനയിൽ കച്ചവട ചരക്കുമായി എത്തിച്ചേർന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാഫിലക്ക് അതിൽ നിന്ന് സാധനം വാങ്ങി വില പറഞ്ഞ് വാങ്ങാൻ ധാരാളം ആളുകൾ അവിടെ നിൽക്കുക. 10-ന് 12-ഉം 10-ന് 15-ഉം ഒക്കെ വില പറഞ്ഞ് സാധനം വാങ്ങാൻ നിൽക്കുന്ന ആളുകളോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സാധനങ്ങൾ മറ്റൊരാൾക്ക് വിറ്റിരിക്കുന്നു. അപ്പോൾ അവരൊക്കെ അത്ഭുതത്തോടെ, ആർക്കാണ് വിറ്റത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു 10-ന് 100 വില, 100 ഇരട്ടി, 10-ന് 100 വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് അള്ളാഹുവിന് കൊടുക്കുകയാണ്. എന്നിട്ട് ആ വന്ന മുഴുവൻ കച്ചവട ചരക്കുകളും മദീനയിലെ പാവപ്പെട്ട ആളുകൾക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിതരണം ചെയ്യാണ്. ഇങ്ങനെ യുദ്ധവേളകളിൽ പല സമയത്തും ബിർറൂമയുടെ കാര്യം നമുക്കറിയാം. കിണർ വാങ്ങി അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്യുന്നു മുസ്ലിങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ധാരാളം ദീനിന് വേണ്ടി തൻ്റെ സമ്പത്ത് മാറ്റിവെക്കുന്നു. മറ്റൊരു സ്വഭാവ സവിശേഷത നീതിയാണ്. നീതിയുടെ പ്രതിരൂപമായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ജീവിതത്തിലുടനീളം നമുക്കത് കാണാൻ പറ്റും. അവസാന സമയത്ത് ശത്രുക്കൾ വീട് വളഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടുതടങ്കലിൽ കഴിയുന്ന സമയത്ത് ഉബൈദുല്ലാഹി ബിൻ അദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആ സമയവും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് ഉബൈദുല്ല ചോദിക്കുന്നുണ്ട്, നശീകരണത്തിന് നേതൃത്വം നൽകുന്ന അബ്ദുറഹ്മാൻ ബിൻ ഉബൈസ് അൽ ബൽവി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളാണ് ഈ സമൂഹത്തിൻ്റെ നേതാവ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതായത് എതിർത്ത് നിൽക്കുന്ന കൂട്ടത്തിലെ ഒരാൾ, അയാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ പോവുകയാണ്, എന്താണ് ചെയ്യേണ്ടത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വാഭാവികമായും പറയേണ്ട മറുപടി നമ്മൾ കാണുന്നത് അവരുടെ അടുത്ത് പോകാൻ പാടില്ല, അവരെ നോക്കാൻ പാടില്ല, അവരെ മാറ്റി നിർത്തണം, എല്ലാ അർത്ഥത്തിലും ഭ്രഷ്ട് കൽപ്പിക്കണം, നിങ്ങൾ അവരെ കാണുമ്പോൾ ചിരിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല എന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളിൽ
ഏറ്റവും അത്യുത്തമമായതാണ് നിസ്കാരം. അപ്പം അങ്ങനത്തെ ഒരു കാര്യമല്ലേ അയാൾ ചെയ്യുന്നത്. നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കണം, തിന്മയുടെ കാര്യത്തിൽ സഹകരിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾക്ക് ഒരാളോട് വെറുപ്പ് വന്നാൽ പിന്നെ അയാൾ ചെയ്യുന്ന നന്മയിൽ പോലും ആളുകളോട് പങ്കെടുക്കരുത്, അയാളുടെ അടുത്ത് നിൽക്കരുത് എന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരാളോടുള്ള വെറുപ്പ് അയാളോട് അനീതി കാണിക്കാൻ കാരണമാകരുത് എന്നാണ് പരിശുദ്ധ ദീൻ. അയാളോട് ഏതോ അർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് വിചാരിച്ച് അയാൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും അയാളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല, അയാൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും പങ്കെടുക്കാൻ പാടില്ല, അയാളോട് ചിരിക്കാൻ പാടില്ല, അയാളോട് സലാം പറയാൻ പാടില്ല എന്നൊക്കെയാണ് പൊതുവിൽ നമ്മുടെയൊക്കെ പ്രവർത്തന രീതികൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, വീട്ടു തടങ്കലിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അയാളോട് ഭ്രഷ്ട് കൽപ്പിക്കണമെന്ന് പറയേണ്ട സന്ദർഭമാണ്. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തികളിൽ ഏറ്റവും നല്ല നിസ്കാരമാണ്. അപ്പോൾ അവരങ്ങനെ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ജനങ്ങളോട് അതിൽ ചേർന്ന് നിൽക്കണം, തിന്മയുടെ കാര്യത്തിൽ സഹകരിക്കരുത്. തനിക്കെതിരെ ആക്രമണ വഴി സ്വീകരിച്ചവരോട് പോലും ആ ശത്രുത അനീതി ചെയ്യാനുള്ള കാരണമായി തീരരുതെന്ന നിലപാടായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒട്ടകത്തിന് പുല്ല് കൊടുക്കുന്ന അടിമയുടെ അടുത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എത്തിയൊരു സമയം ഒരു അഴുക്ക് പുരണ്ട പുല്ലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടത്. അപ്പോൾ ആ സമയത്ത് ദേഷ്യം പിടിച്ച് അടിമയുടെ ചെവി പിടിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വേദനിപ്പിച്ചു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖേദം വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നീട് അടിമയെ വിളിച്ചു പറഞ്ഞു, നീ പ്രതികാരം ചെയ്യണമെന്ന്. അപ്പോൾ അടിമക്ക് ഭയങ്കര മടിയായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിർബന്ധത്തിന് വഴങ്ങി ആ അടിമ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചെവി പിടിച്ചു തിരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന് സ്തുതി പറഞ്ഞു, പരലോകത്തെ ശിക്ഷയ്ക്ക് മുമ്പ് തന്നെ എനിക്കിത് അനുഭവിക്കാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിനയം കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. പലപ്പോഴും സേവകരായി പല ആളുകളും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഉസ്മാൻ റളിയല്ലാഹു തന്നെ കാര്യങ്ങൾ നേരിട്ട് ചെയ്യുമായിരുന്നു എന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. രാത്രിയൊക്കെ പലപ്പോഴും എണീക്കുമ്പോൾ വുളുവിനായുള്ള വെള്ളം എടുക്കാനും മറ്റൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സേവകനോട് ആവശ്യപ്പെട്ടാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു രാത്രി അവർക്ക് വിശ്രമിക്കാനുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട്, രീതി, ശൈലി അതാണ്. സഹനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ് സഹനം. എത്രയാണ് സഹിച്ചത്, എത്രയാണ് ക്ഷമാപൂർവമായി ഇടപെട്ടത്. ഫിത്നകൾ പൊട്ടിപ്പുറപ്പെട്ട കാലം, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായ കാലം, ആ സമയത്തൊക്കെ ക്ഷമാപൂർവം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിലകൊണ്ടത് നമുക്ക് കാണാൻ പറ്റും. വീട്ടു തടങ്കലിലാക്കി ബന്ധനസ്ഥനാക്കി പ്രയാസപ്പെടുത്തിയ ജനതയോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാണിച്ച സഹനം മാതൃകാപരമാണ്. മുഹാജിറുകളും അൻസാറുകളും ഒക്കെ ചേർന്ന് പ്രതിരോധത്തിന് ഒക്കെ തയ്യാറായി നിൽക്കുമെങ്കിലും നിന്ന സന്ദർഭത്തിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞത്, നിങ്ങളൊക്കെ വീട്ടിലേക്ക് തിരിച്ചു പോകണം, വധിക്കപ്പെട്ടാലും മുസ്ലിം രക്തം ചിതറിത്തെറിക്കുന്നതിന് ഞാൻ കാരണമാവരുത്. ഇതായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം. അത്രയും സഹിച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ നിലകൊണ്ടു എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപാരമായ മനക്കരുത്തായിരുന്നു. എടുക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലും നമ്മളത് കാണുന്നുണ്ട്. ആ ഒരു ഹിമ്മത്ത്, അസ്മ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് എടുത്തു പറഞ്ഞ, നിങ്ങൾ നിശ്ചയദാർഢ്യനാണ്, അസത്യത്തിൻ്റെ കൂരിരുളിനിടയിലും സത്യത്തിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണമെന്നാണ്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് നിങ്ങളുടെ നിശ്ചയദാർഢ്യം, നിങ്ങൾ നിശ്ചയദാർഢ്യമുള്ള ആളാണ് എന്ന സ്വഭാവമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്തു പറഞ്ഞ കാര്യം. അതുപോലെ പരിത്യാഗം, സുഹ്ദ്. ഒരിക്കലും ദുന്യാവ്, ഈ ധനം, സമ്പത്ത്, ഇതൊന്നും ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഭ്രമിപ്പിച്ചിട്ടില്ല, അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. സമ്പത്ത് ഇഷ്ടംപോലെ ഉണ്ട്, അതിൻ്റെ അഹങ്കാരം ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. ഐഹികമായ പരിത്യാഗം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമായതുപോലെ, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ദൃശ്യമായതുപോലെ, മറ്റു അമ്പിയാക്കളുടെയൊക്കെ ജീവിതത്തിൽ ദൃശ്യമായതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും. എത്രയോ സമ്പത്തുണ്ടായിരുന്നു. പലപ്പോഴും പള്ളിയിൽ ഒറ്റക്കൊരു പുതപ്പ് മൂടി കിടന്നുറങ്ങുന്ന സംഭവം
ചരിത്രത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകൾ ജീവിതത്തിൽ പുലർത്തിയ ഇസ്ലാമികമായ ജീവിത രീതി ശൈലി, ഇതാണ് ഉസ്മാൻ റളിയല്ലാഹുവിനെ നബിയോടും ഇബ്രാഹിം നബിയോടും സദൃശ്യപ്പെടുത്തുന്നതിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു സാദൃശ്യം നടത്താനുള്ള കാരണം. ഖുർആനികമായ ജീവിതം, ഖുർആൻ ഉയർത്തിപ്പിടിച്ച ജീവിതം, ഖുർആനിൽ അലിഞ്ഞു ചേർന്ന ജീവിതം. ധാരാളം ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ഒരു നിസ്കാരത്തിൽ, ഒരു റക്അത്തിൽ എന്നൊക്കെ തന്നെ ചരിത്രത്തിൽ കാണാൻ പറ്റും, ഖുർആൻ ഓതി പൂർത്തിയാക്കുമായിരുന്നു. അചഞ്ചലമായ വിശ്വാസം, അതിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മാതൃക ശ്രദ്ധേയാണ്. ഇതൊക്കെ കൊണ്ടുകൂടിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടവും സ്നേഹവും പരിഗണനയും എല്ലാം നേടിയെടുക്കുന്നത്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു 8 വിവാഹമാണ് കഴിച്ചിട്ടുള്ളത്. റുഖിയ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, ഫാഹിത്ത റളിയല്ലാഹു അൻഹ, ഉമ്മു അംറിൽ അസ്അദിയ റളിയല്ലാഹു അൻഹ, ഫാത്തിമ അൽ മഖ്സൂമിയ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ ബനീൻ റളിയല്ലാഹു അൻഹ, റംല റളിയല്ലാഹു അൻഹ, നായില റളിയല്ലാഹു അൻഹ. ഇതിൽ ഈ 8 ഭാര്യമാരിലായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് 9 ആൺമക്കളും 7 പെൺമക്കളുമായിരുന്നു ഉണ്ടായിരുന്നത്. 9 ആൺമക്കൾ, 7 പെൺമക്കൾ. ആരൊക്കെയാണ് 9 ആൺമക്കൾ? ഒന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അബ്ദുള്ള. രണ്ടാമത്തെ ഒരു മകനും അബ്ദുള്ള, അസ്ഗർ, ചെറിയ അബ്ദുള്ള. അപ്പോൾ 2 മക്കളുടെ പേര് അബ്ദുള്ള എന്നാണ്. അംർ റളിയല്ലാഹു അൻഹു, ഖാലിദ്, അബാൻ, വലീദ്, സഈദ്, അബ്ദുൽ മലിക്ക, അംബസത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആൺമക്കൾ, 7 പേര്. 9 പേര്. 7 പെൺമക്കൾ. ആരൊക്കെയാണ് 7 പെൺമക്കൾ? മറിയം റളിയല്ലാഹു അൻഹ, ഉമ്മു സഈദ് റളിയല്ലാഹു അൻഹ, ആയിഷ, മറിയം, ഉമ്മുൽ ബനീൻ, ഉമ്മു അബാൻ, ഉമ്മു അംർ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇതാണ് 7 പെൺമക്കൾ. മറിയം, ഉമ്മു സഈദ്, ആയിഷ, മറിയം, ഉമ്മുൽ ബനീൻ, ഉമ്മു അബ്ബാൻ, ഉമ്മു അംർ. ഇങ്ങനെ 9 ആൺമക്കളും 7 പെൺമക്കളുമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. ആമിന എന്നൊരു സഹോദരി ഉണ്ട്. അതുപോലെ ഉമ്മയിലൂടെ 3 സഹോദരിമാരും 3 സഹോദരന്മാരും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനുണ്ട്. ഉമ്മത്തെ സഹോദരിമാർ, ഉമ്മയിലൂടെയുള്ള 3 സഹോദരിമാരും 3 സഹോദരന്മാരും. അതാരൊക്കെയാണ്? വലീദ് ബിൻ ഉഖ്ബ, ഉമാഫഖ് ബിൻ ഉഖ്ബ, ഖാലിദ് ബിൻ ഉഖ്ബ. ഇതാണ് 3 സഹോദരന്മാർ. വലീദ് ബിൻ ഉഖ്ബ, ഉമാഫഖ് ബിൻ ഉഖ്ബ, ഖാലിദ് ബിൻ ഉഖ്ബ. ഇനി 3 സഹോദരിമാർ, ഉമ്മു കുൽസൂം, ഉമ്മു ഹക്കീം, ഹിന്ദ്. ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. ഇന്നലെ നമ്മൾ ഭാര്യമാരെ പറഞ്ഞിരുന്നു, മക്കളെ ആ സമയത്ത് പറഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് അതിപ്പോൾ ഉണർത്തിയത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ജീവിത ശൈലിയെക്കുറിച്ച് ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി നമ്മൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തെക്കുറിച്ച്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എടുത്ത രാഷ്ട്രീയമായ ഭരണപരമായ തീരുമാനങ്ങളെക്കുറിച്ച്, സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തും ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തും പിന്നീട് ഖലീഫയായ കാലത്തും ഒക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത റോളുകളെക്കുറിച്ച് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് രൂപീകരിക്കപ്പെട്ട പ്രധാന പ്രശ്നങ്ങളിൽ അഭിപ്രായങ്ങൾ എടുക്കാൻ വേണ്ടി രൂപീകരിച്ച ഷൂറയിലെ അംഗമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഭരണ മന്ത്രി കൂടിയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അഭിപ്രായത്തിന് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. പല വേളകളിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടാണ് അഭിപ്രായങ്ങളിൽ തീരുമാനമെടുത്തിരുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്തിലേക്ക് വരുമ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനം ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറേ കാര്യങ്ങളിൽ
ഉമർ റളിയല്ലാഹു അൻഹു പല തീരുമാനങ്ങളും എടുത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ഉമർ അള്ളാൻ്റെ കാലത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, ശേഖരണം, ഇങ്ങനെ കുറേ തലങ്ങൾ, പല ഡിപ്പാർട്ട്മെൻറ്റുകളായി കാര്യങ്ങളെ തിരിച്ചത്, അതിന് ഉമർ അള്ളാഹിന് താല്പര്യം നൽകിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. ഹിജ്റ വർഷം മുഹറം കൊണ്ട് തുടങ്ങി അങ്ങനെ ഒരു വർഷം ആരംഭിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് പ്രേരണ നൽകിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് ചരിത്രത്തിൽ ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സമ്പത്ത് പല നിലക്കും ഇങ്ങനെ പല തരം വരുമാനങ്ങൾ വന്നു ചേർന്നപ്പോൾ ഇതിന് കൃത്യമായ കണക്കുകൾ, ഇത് ആരിൽ നിന്നാണ് കിട്ടിയത്, ഇത് ആർക്കാണ് നൽകാനുള്ളത് തുടങ്ങിയ ഒരു 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 അവസ്ഥ വരുമ്പോൾ അതിന് കൃത്യമായ കണക്കുകൾ ഉണ്ടാക്കാൻ, സമ്പാദ്യങ്ങളുടെ മുഴുവൻ കണക്കുകൾ ശേഖരിക്കാനും റെക്കോർഡുകൾ ഉണ്ടാക്കാനും ഉമർ റളിയല്ലാഹു അൻഹുവിന് പ്രചോദനമായത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അതിന് കൃത്യമായ ദീവാൻ, ഓരോന്നിനും കൃത്യമായ കണക്കുകൾ, അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം രൂപീകരിച്ചെടുക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തുള്ളതുപോലെ തന്നെ ഒരു മന്ത്രിയെ പോലെ ആയിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി ബൈഅത്ത് ചെയ്യപ്പെടുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അക്രമികളിൽ നിന്നേറ്റ ആ ഒരു മുറിവ് അനുഭവിച്ച് കിടക്കുന്ന സമയം പുതിയ ഖലീഫയെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു 6 അംഗ സമിതിയെ ഉമർ റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തിയിരുന്നു. അതായത് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തിനാകാൻ കിടക്കുന്ന സമയത്ത്, കുത്തേറ്റ് മുറിവേറ്റ് കിടക്കുന്ന സമയത്ത് പുതിയ ഖലീഫയെ തിരഞ്ഞെടുക്കാൻ 6 ആളുകളെ ചുമതലപ്പെടുത്താണ്. ആരൊക്കെയാണ് ആ 6 ആളുകൾ? അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 3 അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, 4 സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, 5 സുബൈർ ബിൻ അൽ-അവ്വാം റളിയല്ലാഹു അൻഹു, 6 തുൽഹത്ത് ബിൻ ഉബൈദ റളിയല്ലാഹു അൻഹു. ഈ 6 ആളുകളാണ് അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തുന്നത്. ചർച്ച ചെയ്ത് 3 ദിവസത്തിനകം ഒരു ഖലീഫയെ കണ്ടെത്തി തരണമെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചത്. അങ്ങനെ ഒരാളുടെ വീട്ടിൽ കൂടാനും കൂടിയാലോചിക്കാനും ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ആവശ്യപ്പെട്ടു. പരിപാടിയിലൊന്നും പങ്കെടുക്കാതെ നിർദ്ദേശകനായി അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവരോടൊപ്പം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞയക്കുകയും ചെയ്തു. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു നിരീക്ഷകനായി, നിർദ്ദേശകനായി, ഇതിൽ അഭിപ്രായം പറയാനൊന്നുമില്ല. അങ്ങനെ 3 പേർ ഒരാളെയും വേറെ 3 പേർ വേറെ ആളെയും തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ വന്നു. അതായത് 3-3 വന്നാൽ ആ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിധി നിശ്ചയിക്കട്ടെ എന്നതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനെ അത് തൃപ്തികരമായിട്ടില്ലെങ്കിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആരുടെ പക്ഷത്താണോ ആ പക്ഷത്തുള്ള ആൾ എന്താവട്ടെ, ഖലീഫയാവട്ടെ. ഏതായാലും അങ്ങനെ ഈ ഷൂറ അംഗങ്ങൾ കൂടി ആയിഷ ബിയുടെ വീട്ടിലാണ് കൂടുന്നത്. മറ്റൊരു വീട്ടിലാണ് കൂടിയത് എന്ന അഭിപ്രായമുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുകയാണ്. ഓരോരുത്തരോട് അഭിപ്രായം ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ആരെയാണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അലി റളിയല്ലാഹു അൻഹുവിനോട് ആരെയാണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയാണ് പറഞ്ഞത്. ഏതായാലും അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അവസാനം പ്രഖ്യാപിച്ചു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫയായി. അങ്ങനെ എല്ലാവരും സന്നിഹിതരായ സമയത്ത് ആ പ്രഖ്യാപനം നടന്നു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ആദ്യം ബൈഅത്ത് ചെയ്തു. അങ്ങനെ മറ്റുള്ള ആളുകളൊക്കെ ബൈഅത്ത് ചെയ്യുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിൻ്റെ 3ാമത്തെ ഖലീഫയായി അധികാരമേറ്റെടുത്തു. അങ്ങനെ ഒരു പ്രസംഗം നടത്തി. ഞാൻ നിങ്ങളിലൂടെ ഖിലാഫത്ത് ഏൽപ്പിക്കപ്പെട്ട് ആ ഭാരം സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ മുൻഗാമികളെ അനുധാവനം ചെയ്യും. ഞാൻ പുതിയത് നിർമ്മിക്കൂല. എൻ്റെ ഭരണത്തിൽ ഞാൻ ഖുർആനും സുന്നത്തും അതിനെ അവലംബമാക്കി ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ നടത്തും. ദുന്യാവ് ആകർഷണീയമാണ്, അത് നിങ്ങളെ മാടി വിളിക്കും.
പല ആൾക്കാരും അതിൽ ആകൃഷ്ടരായിട്ടുണ്ട്, നിങ്ങളതിൽ ആകൃഷ്ടരാവരുത്. ഇങ്ങനെ പറഞ്ഞ് നല്ലൊരു നസീഹത്ത്, നല്ലൊരു നിർദ്ദേശം, നല്ലൊരു പ്രഭാഷണം നടത്തി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുത്തു. അങ്ങനെ ഭരണമേറ്റെടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിലവിലുള്ള ഭരണാധികാരികളെ തന്നെ, അതായത് ഓരോരോ പ്രവിശ്യകളിൽ മെയിൻ ഭരണാധികാരിയായി, മെയിൻ ഖലീഫയായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോൾ തന്നെ ഭരണത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഗവർണർമാർ, മക്കയിൽ, മദീനയിൽ, ബഹ്റൈനിൽ, യമാമയിൽ, യമനിൽ, ഷാമിൽ, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ വേറെ വേറെ അവിടുത്തെ ഗവർണർമാർ, ഭരണാധികാരികളുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച. അവരൊക്കെ അവിടെ തന്നെ ആരായിരുന്നോ അവിടെ ഉണ്ടായിരുന്നത് അവരെ തന്നെ അവിടെ സ്ഥിരപ്പെടുത്തി. നിലവിലുള്ള ഭരണാധികാരികൾ അവിടെ തന്നെ സ്ഥിരപ്പെടുത്തി. ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച ഭരണാധികാരികളുടെ കീഴിൽ തന്നെയാണ് അങ്ങനെ ഒരു വർഷം മുന്നോട്ട് പോയത്. പിന്നെയാണ് മുസ്ലിങ്ങളുടെ നന്മക്കനുസൃതമായി പുനർനിർണയിക്കലുകളും ആളുകളെ മാറ്റലും ഒക്കെ നടത്തിയത്. അതൊക്കെ സ്വഹാബാക്കളോട് കൂടി ആലോചിച്ച് ചില 2 പ്രവിശ്യകളായിട്ട് നിൽക്കുന്നതിന് ഒരു പ്രവിശ്യയാക്കി, അല്ലെങ്കിൽ 2 പ്രവിശ്യകളുടെ ചുമതല ഒരു ഭരണാധികാരിക്ക് നൽകി. അങ്ങനെ പിന്നീട് മാറ്റങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മെല്ലെയാണ് പിന്നീട് മാറ്റങ്ങൾ വരുത്തിയത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കാലത്ത് സ്വീകരിച്ച ചില രീതികൾ, ഭരണം ഏറ്റവും നല്ല രീതിയിൽ, ആളുകൾക്ക് ഏറ്റവും ഉപകാരം കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വീകരിച്ച ഒരുപാട് രീതികൾ, ശൈലികളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ശൈലികൾ, ഹജ്ജിന് വരുന്ന ആളുകളുമായി സംസാരിച്ച് ഓരോ ഭാഗത്തു നിന്നും, ഹജ്ജിന് എല്ലാ നാട്ടിൽ നിന്നും ആൾ വരുമല്ലോ, അപ്പോൾ ആ ഓരോ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളോട് സംസാരിച്ച് അവിടുത്തെ ഭരണത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വീകരിക്കുമായിരുന്നു. ഭരണത്തിലെ നേട്ടങ്ങളും കോട്ടങ്ങളും അത് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ഭരണാധികാരികൾ അത് ബോധ്യപ്പെടുത്തുകയും പരിഹാരം കാണുകയും ചെയ്യും. അതുപോലെ മദീനയിലെ സന്ദർശകരെ പോയി കാണൽ അത് മറ്റൊരു പതിവായിരുന്നു. കാരണം സിയാറത്തിനായി ഒരുപാട് ആളുകൾ മദീനയിലേക്ക് വരും. അതുപോലെ ആവലാദികൾ ബോധിപ്പിച്ച് കൊണ്ടുള്ള കത്തുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വീകരിക്കും. അങ്ങനെ ധാരാളം കത്തുകൾ ആളുകൾക്ക് എഴുതാൻ, പരാതി എഴുതാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഈ ഓരോരോ പ്രവിശ്യകളിലും ഭരണം നടത്തുന്ന ഭരണാധികാരികൾ എന്തെങ്കിലും അർത്ഥത്തിലുള്ള കൈക്കൂലികളോ പണം സ്വീകരിക്കലുകളോ ഒക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നിരീക്ഷകരയച്ചിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു മിസ്റിലേക്ക്, അതുപോലെ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്കൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അയച്ചിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തിലേക്കും, ബസറ, ഷാം, അവിടെയൊക്കെ വേറെ വേറെ പ്രവിശ്യ ഭരണാധികാരികളുണ്ടല്ലോ, അവിടേക്കൊക്കെ ആളുകൾ അയച്ച് ഇങ്ങനത്തെ വല്ല കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചിരുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഒരു സിസ്റ്റം. ഇങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് പലതും രൂപപ്പെട്ടു, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് പലതും രൂപപ്പെട്ടു, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വേറെ പലതും. ഇങ്ങനെ ഒരു ഭരണ സംവിധാനം ഇങ്ങനെ രൂപപ്പെട്ടു വരികയാണ്. നമ്മൾ ഈ പുതിയൊരു കാലത്ത് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ എത്ര വലിയ സംഭവം, ഇതൊക്കെ ഇപ്പോൾ പലയിടത്തും നടക്കുന്നത് തന്നെയല്ല, ഇതിനൊക്കെ സംവിധാനങ്ങൾ. ഇങ്ങനത്തെ ഒരു സംവിധാനം രൂപപ്പെട്ടു വരുന്നതിൻ്റെ തുടക്കമാണ്. ഉമർ റളിയല്ലാഹു തുടങ്ങി വെച്ച കാര്യങ്ങളുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു തുടങ്ങി വെച്ച കാര്യങ്ങളുണ്ട്, അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തുടങ്ങി വെച്ച കാര്യങ്ങളുണ്ട്. അതുപോലെ ഉമർ റളിയല്ലാഹു ഒക്കെ ചെയ്തിരുന്ന പോലെ തന്നെ സാധാരണക്കാർക്കിടയിലൂടെ ചെന്ന അഭിപ്രായങ്ങൾ സ്വീകരിച്ചിരുന്നു. സ്വാഭാവികമായും പലയിടത്തുള്ള ഭരണാധികാരികൾ അവരെ ചില സമയങ്ങളിൽ വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ ചോദിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കുന്ന രീതികൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പുലർത്തിയിരുന്നു. നാല് ഖലീഫമാരുടെ കാലത്ത് നമുക്കത് കാണാൻ പറ്റും. മദീനയിൽ ഇത്തരം വലിയ സംഗമങ്ങൾ ഉണ്ടാവും, എല്ലാ ഭാഗത്തുള്ള ഭരണാധികാരികളും അതിൽ പങ്കെടുക്കും. പിന്നീട് അവരൊക്കെ മടങ്ങിപ്പോയാൽ ഓരോ ഭാഗത്തെയും വിഷയങ്ങൾക്കനുസരിച്ച് പരിഹാരങ്ങൾ ഉണ്ടാക്കാനും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവർക്ക് കത്തെഴുതിയിരുന്നു. ഇങ്ങനെ നീതിപക്ഷമായൊരു ഭരണം, ഒരു നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയിരുന്നു. സക്കാത്തിനൊരു നിയമാവലി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തയ്യാറാക്കപ്പെട്ടിരുന്നു. അതുപോലെ പള്ളിയിൽ റമദാനിൽ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വിതരണം ചെയ്യുന്ന ഒരു രീതി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നാണ്. നമ്മളിന്ന് നമ്മളെ പള്ളികൾ കൂടെയൊക്കെ യാത്രക്കാർക്കും മറ്റു സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുമല്ലോ, അങ്ങനത്തെ ഒരു ശൈലി മുമ്പില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഒരു ശൈലി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് അങ്ങനെ ഒരു ശൈലി അന്ന് ആരംഭിച്ചത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പൊതുഖജന ഉപയോഗിച്ചിരുന്നില്ല.
നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കച്ചവടം, വലിയ കച്ചവടമുണ്ട്, വലിയ സമ്പന്നനായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. തൻ്റെ സമ്പത്തിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെയായിരുന്നു കുടുംബാവശ്യങ്ങളും തൻ്റെ ആശ്രിതരുടെ ആവശ്യങ്ങളൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോക്കിയിരുന്നത്. സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് കുടുംബത്തിനും മറ്റും ധാരാളം സഹായം ചെയ്തിരുന്നു. അത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പൈസ കൊണ്ടാണ്. അത് വെച്ച് ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ച ആളുകളുണ്ട്, പൊതുവചനാവ് ഉപയോഗിച്ച് ആൾക്കാരെ സഹായിക്കാണ്. പക്ഷെ നമുക്കറിയാം, ചരിത്രം പഠിച്ചാലറിയാം, മറ്റ് താല്പര്യങ്ങളൊന്നും ഇല്ലാതെ നിഷ്പക്ഷമായി ചരിത്രം വിലയിരുത്തുന്നവർക്കറിയാം ഉസ്മാൻ റളിയല്ലാഹുവിന് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. അങ്ങനെ ഒന്ന് ഇതൊന്നും എടുത്തു കൊടുക്കേണ്ട ആവശ്യം ഉസ്മാൻ റളിയല്ലാഹുവിനില്ല. അങ്ങനെ പലരും ആരോപണം ഉന്നയിച്ചിരുന്നു, റാഫിലിയാക്കളും ഷിയാക്കളൊക്കെ. ഉസ്മാൻ റളിയല്ലാഹു തന്നെ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുടുംബക്കാർക്ക് ഞാൻ കൊടുത്തത് എൻ്റെ ധനത്തിൽ നിന്നാണ്. മുസ്ലിങ്ങളുടെ സ്വത്ത് എനിക്കോ എൻ്റെ കുടുംബക്കാർക്കോ അനുവദനീയമായി ഞാൻ കണ്ടിട്ടില്ല. നബിയുടെ കാലത്തും ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തും ഞാൻ എത്രയാണ് ദീനിന് കൊടുത്തത്? നിഷേധികൾ വെറുതെ പറയുകയാണ് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് താരിഖ് തൊബരിയിൽ അത് കാണാൻ പറ്റും. അതുപോലെ അധികാര വികേന്ദ്രീകരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടത്തിയിരുന്നു ഭരണകാലത്ത്. ജോലികൾ തരംതിരിച്ച് ഓരോരുത്തർക്കും എന്താണ് ഉത്തരവാദിത്തം, കൃത്യമായി വീഴ്ചകളില്ലാതെ കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ അത് ആവശ്യമാണ്. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് അവനാൻ്റെ ഉത്തരവാദിത്തം എന്താണോ അത് ചെയ്താൽ മതി. മറ്റുള്ളവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ നോക്കരുത്. ഇതിൽ കൃത്യമായ ഒരു രീതി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് രൂപീകരിക്കപ്പെട്ടു. നിയമ ധനവകുപ്പ് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ആ നിർദ്ദേശങ്ങൾ പലതും ഉമർ റളിയല്ലാഹു നടപ്പാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇതൊക്കെ. സാമ്പത്തിക രാഷ്ട്രീയ നയത്തിൽ ഉമർ റളിയല്ലാഹുവിന്റെ അതേ നയമാണ് ഉസ്മാൻ റളിയല്ലാഹു പിന്തുടരുന്നത്. പക്ഷെ അതിൽ കുറേ അപ്ഡേറ്റുകൾ, കുറേ പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇസ്ലാമികമായ പൊതുധന രാഷ്ട്രീയമായ ഏകോപനം, അതുപോലെ നികുതി ശേഖരണത്തിൽ വീഴ്ച വരുത്താതെ നോക്കുക, ജനങ്ങൾ ഖജനാവിലേക്ക് നൽകാനുള്ളത് കൃത്യമായി വാങ്ങുക. ആളുകൾ, അതായത് നമ്മളിപ്പോൾ നികുതി അടക്കാതെ നികുതി വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ മാതിരി ചെയ്യുന്ന ആളുകളിൽ നിന്ന് കൃത്യമായി നികുതി വാങ്ങാനുള്ള സംവിധാനം, അതുപോലെ ജനങ്ങൾക്ക് ഖജനാവിൽ നിന്ന് അങ്ങോട്ട് നൽകേണ്ടത് കൃത്യമായി നൽകാനുള്ള സംവിധാനം, അതുപോലെ ദിമ്മി ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന അവിശ്വാസികൾ, അവർക്കാണ് ദിമ്മി എന്ന് പറയാം. അതായത് അവർ ഇസ്ലാമായിട്ടുള്ള കരാറൊക്കെ എല്ലാം ശാന്തമായിട്ട് അവരുടെ മതവിശ്വാസ പ്രകാരം അവിടെ ജീവിക്കുകയാണ്. അങ്ങനെ കഴിയുന്നവരിൽ നിന്ന് ഖജനാവിലേക്ക് ഒരു വിഹിതം വാങ്ങലുണ്ട്, ദിമ്മി അടക്കേണ്ടതുണ്ട്. അത് അവരിൽ നിന്ന് വാങ്ങുക, അവർക്ക് എന്താണോ ഖജനാവ് നൽകേണ്ടത് അത് കൃത്യമായി നൽകുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കി. അതുപോലെ മറ്റൊരു ഒരു കാര്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരംഭിച്ചത്, അതിഥികളൊക്കെ വരുമ്പോൾ അവരുടെ താമസ സൗകര്യത്തിനായി റെസ്റ്റ് ഹൗസ് ഉണ്ടാക്കുക എന്ന ഒരു സംവിധാനം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് തുടങ്ങി. അങ്ങനെ അത് വ്യത്യസ്ത ഭരണപ്രദേശങ്ങളിൽ അവിടേക്ക് വരുന്ന അതിഥികൾക്ക് സൗകര്യം ഉണ്ടാക്കാൻ അവിടുത്തെ ഗവർണർമാരോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പുതിയ ഒരു വലിയ പരിഷ്കാരമാണ്. അതുപോലെ ഒരുപാട് വേതനം, ആനുകൂല്യങ്ങൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് നടത്തുകയുണ്ടായി. സൈനികർക്ക് ശമ്പളം, സൈനികർക്ക് നമുക്കറിയാം ഇസ്ലാമിക നിയമപ്രകാരം യുദ്ധത്തിന് പോയാൽ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു യുദ്ധാർജിത സമ്പത്ത് യുദ്ധത്തിന് പോയ ആളുകൾക്ക് വീതിച്ച് നൽകും. അതാണ് സൈനികർക്കുള്ള കിട്ടുന്ന ഒരു വേതനം. അതിൻ്റെ പുറത്ത് സൈനികർക്ക് ശമ്പളം ഏർപ്പെടുത്തിയിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത്. അതുപോലെ മരണപ്പെടുന്ന ഷഹീദാകുന്ന സൈനികരുടെ കുടുംബങ്ങൾക്ക് മരണാനന്തര പെൻഷൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് നടപ്പാക്കുകയുണ്ടായി. അതുപോലെ മുഅദ്ദിനുകൾക്ക് ആവശ്യമായ ഫണ്ട്, അവർക്കുള്ള ശമ്പളം ബൈത്തുൽ മാലിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നൽകിയിരുന്നു. അത് അവർക്കൊരു കൂലി എന്നതിലപ്പുറം അവരുടെ ഒരു പണിക്കുള്ള കൂലി എന്ന നിലക്കല്ലാതെ ഒരു സംഭാവന എന്ന രീതിയിലാണ് നടപ്പാക്കിയിരുന്നത് എന്ന് ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരുപാട് പദ്ധതികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടപ്പാക്കിയതിൻ്റെ തുടർച്ചകൾ കൂടിയായിരുന്നു അത്.
കച്ചവടത്തിൻ്റെ 10 ശേഖരിച്ചെടുക്കുക. അതുപോലെ യുദ്ധത്തിലൂടെ ആർജിച്ചെടുത്ത നമ്മൾ കീഴടക്കിയ ഭൂമികൾ അത് മുസ്ലിങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ നൽകി കൃഷി ഇറക്കി അതിൽ നിന്നുള്ള വരുമാനം കണ്ടെത്തുക. ഇങ്ങനെ റവന്യൂ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് പദ്ധതികൾ ഉസ്മാൻ റളിയല്ലാഹു നടപ്പാക്കേണ്ടായി. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വേറെ ഉസ്മാൻ റളിയല്ലാഹു നടത്തിയിട്ടുണ്ട്. മദീനയിൽ താമസക്കാർ കൂടിയപ്പോൾ മസ്ജിദുൻ നബവിയുടെ വിപുലീകരണം ഉസ്മാൻ റളിയല്ലാഹു ആലോചിച്ചു. അങ്ങനെ ഒരു ദിവസം ളുഹർ നിസ്കാര ശേഷം ഉസ്മാൻ റളിയല്ലാഹു മിമ്പറിൽ കയറി പ്രസംഗിച്ചു. നാം ഈ പള്ളി പൊളിച്ച് വിശാലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടി പള്ളി നിർമ്മിക്കുന്നവന് അള്ളാഹു സ്വർഗത്തിൽ വീട് നിർമ്മിക്കും എന്ന വാക്ക് അവരെ ഓർമ്മിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു മുൻകാലത്ത് ചെയ്ത വികസനങ്ങളെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ പ്രധാന സഹാബികളോട് മുതിർന്ന സഹാബികളോടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിതിൽ സഹകരിക്കണം എന്ന് പറയൂ. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവി വികസിപ്പിച്ചു. അങ്ങനെ ഒരുപാട് വികസനങ്ങൾ. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വികസനം എന്ന് പറയുന്നത് പൊതുഖജനാവിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് ആദ്യ പടക്കപ്പൽ നിർമ്മിച്ചു എന്നുള്ളതാണ്. ആദ്യമായൊരു പടക്കപ്പൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരുക്കുകയാണ്. സ്വാഭാവികമായും അന്നൊരു തുറമുഖമാറ്റത്തിൻ്റെ ഒരു ചർച്ച ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് നടക്കുന്നുണ്ട്. ഷൈബയിലാണ് മുമ്പ് തുറമുഖമുള്ളത്. ആ തുറമുഖം ജിദ്ദയിലേക്ക് മാറ്റാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കക്കാരോട് ചർച്ച നടത്തി. അങ്ങനെ ജിദ്ദ തുറമുഖം നിലവിൽ വരികയും അങ്ങനെ ഒരു തുറമുഖമാറ്റം സംഭവിക്കുകയും ചെയ്തു ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ്. പിന്നെ നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ മദ്രസകളിലും മറ്റൊക്കെ പഠിച്ചതാണ് ഉസ്മാൻ റളിയല്ലാഹു ഖുർആൻ ക്രോഡീകരിച്ചത്. പ്രാദേശികമായ ഭാഷാ വൈവിധ്യങ്ങൾ ഖുർആൻ പാരായണത്തിൽ ഇങ്ങനെ പ്രകടമാകാൻ തുടങ്ങി, വ്യത്യസ്ത തരത്തിൽ ഇങ്ങനെ പലയിടത്തും. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈവശമുണ്ടായിരുന്ന ഖുർആൻ പകർപ്പ്, ആ പകർപ്പിനനുസരിച്ച് കോപ്പികൾ എഴുതി തയ്യാറാക്കി എല്ലായിടത്തും അത് അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കോപ്പിയാണ് ഇനി നിലക്കേണ്ടത്, മറ്റതൊന്നും പറ്റൂല. അങ്ങനെ എല്ലാവരെയും ആ ഒരു ഒറ്റ കോപ്പിയിലേക്ക്, ലോക മുസ്ലിങ്ങളെ മൊത്തം ആ ഒരൊറ്റ ഖുർആനിലേക്ക്, ആ ഒരൊറ്റ ടൈപ്പിലേക്ക് എത്തിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കോപ്പി അല്ലാത്ത വേറെ ഏതെങ്കിലും കോപ്പി പകർപ്പ് ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ കത്തിച്ച് കളയണം. യഥാർത്ഥത്തിൽ ഖുർആൻ ക്രോഡീകരണത്തിൻ്റെ ഒരു 3-ാം ഘട്ടമാണിത്. 1-ാം ഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പലരും പല തോലുകളിലും എല്ലുകളിലും ഒക്കെ ആക്കി അത് സൂക്ഷിച്ചു. 2-ാം ഘട്ടം നടക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്താണ്. യമാമ യുദ്ധത്തിൽ നമുക്കറിയാം, ഖുർആൻ മനഃപ്പാഠമാക്കി ഒരുപാട് സഹാബികൾ മരിക്കാനിട വന്നു. അപ്പോൾ സഹാബത്തിൻ്റെ ഹൃദയങ്ങളിലും ഇതുപോലെ തോലിലും എല്ലിലും ഈത്തപ്പന കഷ്ണങ്ങളിലും ഒക്കെ എഴുതി വെക്കപ്പെട്ട തരത്തിലാണല്ലോ ഖുർആൻ ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനൊരു സന്ദർഭം വന്നപ്പോൾ അതെല്ലാം കൂടി ഒരിടത്തേക്ക് എഴുതി സൂക്ഷിച്ചു സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനായിരുന്നു ആ ദൗത്യത്തിൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെ ആ ക്രോഡീകരിച്ച ഖുർആൻ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്തും പിന്നീട് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തും ഉമർ റളിയല്ലാഹുവിൻ്റെ കയ്യിലും പിന്നീട് ഹഫ്സ റളിയല്ലാഹുവിൻ്റെ കയ്യിലും. ആ ഹഫ്സ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന കോപ്പി നോക്കിയാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് പകർത്തി എഴുതിയത്. ഹഫ്സ റളിയല്ലാഹുവിൻ്റെ കൈവശമുണ്ടായിരുന്ന ആ പകർപ്പാണ് പിന്നീട് വിവിധ ദേശങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഖുർആൻ ക്രോഡീകരണത്തിൻ്റെ 3-ാം ഘട്ടമാണ് അപ്പോൾ സംഭവിക്കുന്നത് എന്നർത്ഥം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തു വെച്ച ഹാഫിലിങ്ങൾ ഒരുപാട് മരണപ്പെട്ടപ്പോൾ പലയിടത്തായിട്ടുണ്ടായിരുന്നതിനെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒറ്റൊന്നാക്കി. ആ ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കയ്യിലായിരുന്നു. പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഹഫ്സ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഈ പറഞ്ഞ പോലെ പ്രാദേശികമായി പല അർത്ഥത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട് വന്നപ്പോൾ ഹഫ്സ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി
ഉസ്മാൻ റളിയല്ലാഹു അൻഹു എല്ലാ ഭാഗത്തേക്കും അതിനെ അയച്ചു കൊടുത്തു. അങ്ങനെ ഈ കോപ്പിയാണ് ഇനി എല്ലാവരും ഉപയോഗിക്കേണ്ടത്, അല്ലാത്തതൊക്കെ കത്തിച്ച് കളയണം എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എല്ലാവരോടും ആജ്ഞാപിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാന കോപ്പി ഹഫ്സ റളിയല്ലാഹു അൻഹു തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പ്രധാനമായ ഭരണ പരിഷ്കാരങ്ങൾ, രീതികൾ, ശൈലികളൊക്കെ. പക്ഷേ ചില പ്രയാസങ്ങൾ, ചില ഫിത്നകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് സംഭവിക്കുകയുണ്ടായി. ഒരുപാട് ഫിത്നകൾ പൊട്ടിപ്പുറപ്പെട്ടു. വളരെ പാവമായിരുന്ന എന്ന് തന്നെ പറയാൻ പറ്റും, നിഷ്കളങ്കനായിരുന്ന, വളരെ സാധുവായി വിനയത്തോടെ ജീവിച്ച ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും പല ആളുകളും പല പ്രശ്നങ്ങളും പല ആരോപണങ്ങളും ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരുന്നു. അതിനൊന്നും തൻ്റെ അധികാരം ഉപയോഗിച്ച് നശിപ്പിക്കാനും കീഴടക്കാനും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോയില്ല. അപ്പം ഇനി അത്തരം ഫിത്നകൾ അതെങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വധത്തിലേക്ക് നയിച്ചു, അതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ഭാഗത്ത് പറയാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന, ഓരോ നബിക്കും നാളെ സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ടാവും. റഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ, എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാൻ ആയിരിക്കും റളിയല്ലാഹു അൻഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്രയേറെ മഹത്വമുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ നല്ല മുഅ്മിനുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് നന്മകൾ പരിശുദ്ധ റമദാൻ്റെ ഈ ഹർക്കമുണ്ട് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أصحاب رسول الله رجال عشرة خير الناس بعد الرسل كرام بررة أبو بكر عمر وعثمان وعلي وسعيد وسعد طلحة والزبير وعامر وابن العوف تمام العشرة.